അഭിശ്രീയെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അഭി ഉണ്ടെങ്കിൽ ഇത് കണക്ക് ബിഗ് ബോസിലൊക്കെ വന്ന് ഭയങ്കര ഫേമസ് ആയതാണ്. അതിന് മുമ്പ് തന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും. സോ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് കുട്ടിയുടെ കാര്യമൊക്കെ അന്വേഷിച്ചുണ്ടെങ്കിൽ അഭിക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അതിലൊരാളുണ്ടെങ്കിൽ ഇത് കണക്ക് തനിക്കുണ്ടെങ്കിൽ കാലിന് ഇത് കണക്ക് പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ കുട്ടിക്ക് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും കാണിക്കുക, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രീതിയിൽ മെസ്സേജ് ഇടുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങനെ ഉണ്ടോ, കുറേ ആൾക്കാർ നമുക്കിടയിലും ഉണ്ട്. സോ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ അഭിയും ശ്രീ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അഭി ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. അതിനകത്തുണ്ട് ഇത് എനിക്ക് കുട്ടിയൊക്കെ അടുത്തുള്ളതാണ്. ആ സമയത്ത് ഇത് കണക്ക് പറയുന്നുണ്ട്, എൻ്റെ പ്രൈവറ്റ് പാർട്ടിലുണ്ട് ഇത് കണക്കൊരു മറുകുണ്ട്, അതേ കണക്ക് തന്നെയാണ് എൻ്റെ കുട്ടിക്കും ഉള്ളത്. സോ അപ്പോഴത്തേക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ കുട്ടിയാന്നുള്ള രീതിയിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവർ ഈ ഒരു വീഡിയോ പറയുന്നത്. ഇത് കേട്ടതിന് ശേഷം കൊണ്ട് ഒരുപാട് പേർക്ക് നമുക്ക് തോന്നുന്ന ഒരു കാര്യമായി, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എന്തിനാണ് വന്ന് സോഷ്യൽ മീഡിയ പറയുന്നതെന്നാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞാൽ അതിന് മറുപടി എന്നുള്ള രീതിയിൽ ഇങ്ങനെയാണെന്ന് പറയുന്നത്. അത് ആ കുട്ടിയൊക്കെ അടുത്ത് കാണും തീർച്ചയായിട്ടും. ആ കുട്ടി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടിയല്ലേ ഒന്നും കേൾക്കത്തില്ല, ഒന്നും മനസ്സിലാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ടാണ് അത് വളരുന്നത്. അങ്ങനത്തെ ഉള്ളൊരു സാമാന്യ ബോധമെങ്കിലും വേണം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ. അത് സോഷ്യൽ മീഡിയ വന്നിരുന്നിട്ട് ഇതാണ് ഭയങ്കര വൃത്തികെട്ട രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇതിനുണ്ടെങ്കിൽ അഭിക്കെതിരെ ഒരുപാട് പേര് നെഗറ്റീവായിട്ട് ഏറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്.